ഹേ എവ്രി വൺ. അപ്പോൾ നമ്മുടെ അമ്പൂട്ടി LKG ചേർന്നിട്ടുണ്ട്. ക്ലാസ്സുകളൊക്കെ തുടങ്ങാറായി. അപ്പോൾ അതിനു മുൻപ് ക്ലാസ്സുകളിലേക്ക് ആവശ്യമായിട്ടുള്ള സ്കൂളിൽ പോകുമ്പം ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ. അതിൻ്റെ ഒരു വീഡിയോ ആണ് ഇത്. ഫസ്റ്റ് ബാഗാണ് കാണിക്കുന്നത്. എല്ലാം ആളുടെ ചോയ്സിനെടുത്താണ്. നമ്മുടെ ആരുടെ അഭിപ്രായം അതിനകത്തില്ല. അപ്പം എൻ്റെ കൊച്ച് ഗേൾസിന് ഇഷ്ടപ്പെടുന്നൊരു ഗേളി ടൈപ്പ് ഒരു സാധനങ്ങളും കാണിക്കുന്നില്ല. അതായത് ഇപ്പം ട്രഡീഷണലി നമ്മൾ സ്റ്റീരിയോട്ടിക്കലി പറഞ്ഞിരുന്ന സാധനങ്ങളുണ്ടല്ലോ, ഗേൾസിന് ഈ കളർ അല്ലെ ഈ സാധനം, അങ്ങനെയൊന്നുമില്ല. ആൾ കുറേ സ്പൈഡർമാൻ, അത് ഇത് അവഞ്ചേഴ്സ് അങ്ങനെയൊക്കെ എടുത്തിരിക്കുന്നത്. ബാഗാണെങ്കിൽ സ്പൈഡർമാൻ, പൗച്ച് എടുത്തിരിക്കുന്നത് അവഞ്ചേഴ്സ് ആണ് എടുത്തിരിക്കുന്നത്. അപ്പം പിന്നെ നമ്മളൊന്നും പറയാൻ നിന്നിട്ടില്ല. ആളാണല്ലോ യൂസ് ചെയ്യണ്ടേ, നമ്മളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. പിന്നെ യൂണിക്കോൺ എടുത്തിട്ടുണ്ട്, റബ്ബറാണ്. പിന്നെ അത് ഞാനെടുത്തതാണ്, ആളെടുത്തൊന്നുമല്ല. അതിലൊക്കെ ലീസ്റ്റ് ഇൻട്രസ്റ്റഡ്. ഈ ബാഗ്, പൗച്ച് അത് മാത്രമേ എടുക്കാൻ ഇഷ്ടമുണ്ടായിരുന്നുള്ളൂ. ബാക്കിയൊന്നും മൈൻഡേ ചെയ്തിട്ടില്ല. പെൻസില്, റബ്ബർ, ഷാർപ്നർ അതൊന്നും എടുക്കുന്നുണ്ടോ ഇല്ലേ ഒന്നും മൈൻഡ് ചെയ്തിട്ടില്ല. പിന്നെ ഇത് ഫുള്ളായിട്ടൊരു ബോക്സ് വാങ്ങിയതാണ്. 2 ഞാൻ ഇപ്പം എടുത്ത് വെച്ചിരിക്കുക. ഇപ്പോൾ ബാഗ് അങ്ങനെ കാണിച്ചത് എന്താ വെച്ചാൽ, ബാഗിനകത്ത് ഞാനിതൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുക. ഈ ഒരു വീഡിയോ എടുക്കുന്ന തലേന്നാണ്. നാളെ ക്ലാസ്സിൽ പോവും. അപ്പം എന്തൊക്കെ കൊണ്ടുപോകണം എന്നുള്ളത് പറഞ്ഞിട്ടില്ല. നൈറ്റ് എങ്ങാനും ആകുമ്പോഴായിരിക്കും പറയുക. പക്ഷെ അതിന് മുന്നേ ഞാൻ എല്ലാം റെഡിയാക്കി വെച്ചിരിക്കുക. അപ്പം അതിനകത്ത് ഒരു ബുക്കും ഒരു സ്ലേറ്റും പൗച്ചിൽ ആവശ്യമുള്ള സാധനങ്ങളും വെച്ചിട്ടുണ്ട്. എഗെയിൻ വാട്ടർ ബോട്ടിൽ വാങ്ങിയപ്പോഴാണെങ്കിലും സ്പൈഡർമാൻ തന്നെയാണ് എടുത്തിട്ടുള്ളത്. ആളുടെ ചോയ്സിനാണ് എടുത്തിട്ടുള്ളത്. അച്ഛനും മോക്കും ഒരേ ടേസ്റ്റാണ്. അപ്പം അതാണ് ഈ സെലക്ഷനിൽ ഫുള്ളും കാണാനിരിക്കുന്നത്. ഒരു ബുക്ക് മാത്രം മതി എന്ന് പറഞ്ഞുകൊണ്ട് അത് ഞാൻ കവർ ചെയ്ത് നെയിം സ്ലിപ്പൊക്കെ ഒട്ടിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇത് വാട്ടർ ബോട്ടിൽ കഴുകി വെച്ചിട്ടില്ല. ഞാൻ ജസ്റ്റ് അവിടെ എടുത്ത് മാറ്റി വെച്ചതാണ്. അതിനിപ്പം ചൂടുവെള്ളത്തിലൊക്കെ കഴുകി സെറ്റാക്കി വെക്കണം. ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് നാളെ 11:30 വരെയൊക്കെ ഉള്ളൂ. അപ്പം ഞാൻ ഉച്ചവരെ ഞാനും കൂടെ നിൽക്കണം, എന്നിട്ട് തിരിച്ച് വരണം. എനിക്കാണെങ്കിൽ കിളി പറഞ്ഞിട്ടിരിക്കുക. ടെൻഷൻ ഉണ്ടാവുമല്ലോ ആദ്യമായിട്ട് സ്കൂളിൽ പോകുന്നതിൻ്റെ. ആൾക്ക് ടെൻഷനൊന്നുമില്ല, എനിക്കാണ്. വേറെ ആർക്കും ടെൻഷനില്ല, എനിക്ക് മാത്രം ടെൻഷൻ. എന്തിനാന്ന് ചോദിച്ചാൽ എനിക്കറിഞ്ഞൂടാ. എന്തിനൊക്കെയോ ഭയങ്കര ടെൻഷൻ. മൊത്തം കിളി പോയിട്ടിരിക്കുകയാണ്. അങ്ങനെ ഇത് ഞാൻ കവർ ചെയ്യാൻ വേണ്ടി എടുത്തതുകൊണ്ട് പിന്നെ ബാക്കി റബ്ബർ ബാൻഡ് വെച്ചിട്ട് അങ്ങനെ സേഫായിട്ട് വെച്ചിരിക്കുകയാണ്. നെയിം സ്ലിപ്പ് എഗെയിൻ കാണുന്നുണ്ടോ നിങ്ങൾക്ക്? കാണുന്നുണ്ടോ? നറൂട്ടോ, അച്ഛൻ്റെ മോള് തന്നെ. അച്ഛനും മോളും നറൂട്ടോ ഫാൻസാണ്. അപ്പം അതും നറൂട്ടോ ആണ് എടുത്തിരിക്കുന്നത്. ആൾക്ക് കുറേ എണ്ണം കാണിച്ചു കൊടുത്തിട്ട് ആൾ തന്നെ സെലക്ട് ചെയ്തിരുന്നതാണ് അത്. അതൊരു 4 എണ്ണം എടുത്തിട്ടുണ്ട്. 20 രൂപ എങ്ങനെ വരുന്നുള്ളൂ. 4 എണ്ണത്തിനും കൂടി 20 രൂപ അങ്ങനെ എന്തോ ഉള്ളൂ. റേറ്റൊക്കെ കുറവായിരുന്നു. പിന്നെ നല്ല തിരക്കാവുന്നതിന് മുന്നേ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. എന്തുകൊണ്ടോ വീഡിയോ എടുത്തില്ല, എനിക്ക് പനിയൊക്കെ ആയിപ്പോയി. അപ്പം ഞാനിങ്ങനെ ജസ്റ്റ് യൂട്യൂബ് തുറന്നപ്പോൾ എല്ലാവരും ബാക്ക് ടു സ്കൂൾ വീഡിയോ ഇടുന്നത് കണ്ടു. അപ്പോൾ പിന്നെ ഇങ്ങനെ എടുത്തതാണ്. പിന്നെ ക്രയോൺസ് ഇതിപ്പോൾ 1 വാങ്ങിയിട്ടുള്ളൂ. പക്ഷേ 1 മതിയാവില്ല. അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു 2 വാങ്ങി വെക്കുക, 1 സ്കൂളിലേക്ക് കൊടുക്കുക, 1 കയ്യിൽ തന്നെ വെക്കുക എന്ന്. പിന്നെ അവിടെ യൂണിഫോമിൽ അവരുടെ ഒരു ഇതിൽ എന്താ പറയുക, റിബണും വൈറ്റ് ബണ്ണും ഒക്കെ വേണം. എൻ്റെ കൊച്ച് റിബണൊക്കെ ഇട്ട് പോകുന്ന കാര്യമൊക്കെ ആലോചിച്ചിട്ട് വലുതായി. കുട്ടികൾ എത്ര പെട്ടെന്നാണ് വലുതാവുക. എനിക്ക് അവളിപ്പോഴും ഒരു കൊച്ച്, എന്താ പറയുക, എൻ്റെ കുഞ്ഞി വാവ. ഞാൻ വാവയെന്ന് വിളിച്ചിട്ടാണ് നടക്കുക. സ്കൂളിലൊക്കെ പോകാറായി. അവരുടെ ബുക്സോ 4-5 ബുക്സൊക്കെ ഉണ്ട്, ടെക്സ്റ്റൊക്കെ ഉണ്ട്. വലുതായി പോയി. പിന്നെ ലഞ്ച് അവിടെ നിന്ന് കൊടുക്കും. അപ്പോൾ പ്ലേറ്റ് മതി എന്ന് പറഞ്ഞു. അപ്പോൾ ചൂടുള്ളത് കൊണ്ട് സ്ലീറ്റ് പ്ലേറ്റ് വേണമെന്ന് പറഞ്ഞു. പിന്നെ മോളുടെ പൗഡറും കൺമഷിയൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ഈ ബ്രാൻഡേ വാങ്ങാറുള്ളൂ, മാറ്റി സ്വിച്ച് ചെയ്ത് നോക്കിയിട്ടേ ഇല്ല. കുഞ്ഞിലെ നമ്മൾ അവരാണല്ലോ വാങ്ങിത്തരിക. അപ്പോൾ അവർ ഫസ്റ്റ് കൊണ്ട് തന്ന ബ്രാൻഡ് ഇതായിരുന്നു. പിന്നെ ഞാനത് സ്വിച്ച് ചെയ്യാൻ നിന്നിട്ടില്ല. പിന്നെ ഇത്രയും ബുക്സായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സിംഗിൾ ലൈനുള്ള റൂൾഡ് 2 അൺറൂൾഡ് 1, പിന്നെ എന്താ പറയുക 4 ലൈൻ അങ്ങനെയൊക്കെയുള്ള കുറച്ച് ബുക്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതൊന്നും ഇപ്പം വേണ്ട, പക്ഷെ അവർ ഒരുമിച്ച് ലിസ്റ്റ് തരുകയാണ് ചെയ്യുക. അപ്പോൾ അത് എല്ലാം കൂടി വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിലിപ്പോൾ ആദ്യം സ്ലേറ്റിലൊക്കെ എഴുതിക്കും. പിന്നെ കുറച്ച് കഴിഞ്ഞ് ഫസ്റ്റ് ടേമൊക്കെ കഴിയാറാകുമ്പോഴൊക്കെ ബുക്കിലേക്ക് പോകുമെന്ന് തോന്നുന്നു. എനിക്ക് കറക്റ്റ് അറിഞ്ഞൂടാ. അങ്ങനെയൊക്കെ നോക്കാം. പിന്നെ അതിൻ്റെ അപ്ഡേഷൻസൊക്കെ ഞാൻ പിന്നെ എപ്പോഴെങ്കിലും വീഡിയോ ആയിട്ട് ഇടാം. ഇതുപോലെ കുഞ്ഞു പിള്ളേരുള്ള അമ്മമാർക്കൊക്കെ കുറച്ച് യൂസ്ഫുൾ ആയിരിക്കും തോന്നുന്നുണ്ട്. അപ്പോൾ ആ സെക്ഷൻ കഴിഞ്ഞു. പെൻസിലും ഇതുപോലെ ക്രയോൺസൊക്കെ എത്ര വാങ്ങി വെച്ചാലും നമുക്കത് മതിയായെന്ന് വരില്ല. പിള്ളേരല്ലേ, കൊണ്ട് കളഞ്ഞിട്ട് വരും. അപ്പോൾ അത് ഒരുപാട് വേണ്ടി വരും. ഇത് എപ്പോഴോ കുറച്ച് പെയിൻ്റൊക്കെ വാങ്ങിയ സമയത്ത് ഉണ്ടായിരുന്ന പെൻസിലായിരുന്നു. അപ്പോൾ പെൻസിൽ യൂസ് ചെയ്യാത്തതുകൊണ്ട് ഞാൻ നല്ലപോലെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഈ യെല്ലോ കളർ, ഓറഞ്ച് കളറുള്ള പെൻസിലൊക്കെ അങ്ങനെ എടുത്ത് വെച്ചാൽ. പിന്നെ ഈ ഒരു അപ്സര പെൻസിൽ നമ്മൾ വാങ്ങിയത് തന്നെയാണ്.
സെറ്റായിട്ട് വാങ്ങിയത് തന്നെയായിരുന്നു. അതുപോലെ ഷാർപ്നർ 2 ഉണ്ട്, ഇറേസർ 2 ഉണ്ട്. അതൊക്കെ പോകും, അതൊക്കെ ഇനിയും വേണ്ടി വരും. പിന്നെ കോട്ട് വാങ്ങിയിട്ടുണ്ട്. അംബ്രല്ല ഇവിടെ ഉണ്ട്, ഓൾറെഡി ഒരെണ്ണം ഉണ്ട്. പിന്നെ ഏട്ടനായിരിക്കും രാവിലെ കൊണ്ടുവിടുക, അപ്പം കോട്ടായിരിക്കും കുറച്ചുകൂടി നല്ല കുട, അതിനെക്കാട്ടും ബെറ്റർ കോട്ടായിരിക്കും. അപ്പം ബാഗ് കൂടി ഉള്ളിൽ വെച്ചിട്ട് ഇടാൻ പാകത്തിന് ഒരു സൈസ് ഡബിൾ ആക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു സ്ലേറ്റ് പെൻസിലിൻ്റെ ബോക്സാണ് ഇതൊന്നും മതിയാവില്ല, ഇതൊക്കെ ഇനിയും വാങ്ങേണ്ടി വരും. പിന്നെ ഷാർപ്നർ ഇതാണ് ശരിക്കുള്ള, ഈ കയ്യിൽ കാണുന്ന ശരിക്കുള്ള ഷാർപ്നർ. മറ്റേത് ചുമ്മാ അല്ലാതെ വാങ്ങിയതാണ്. ഇത് ആൾ സെലക്ട് ചെയ്തെടുത്തതാണ്. പിന്നെ ഞാനെടുത്തതിൽ ഫുള്ള് ബ്ലൂ ഒരു മയമുണ്ടാവും. പിന്നെ ഈ ഒരു സംഭവം ബോക്സ് മോളെടുത്ത ബോക്സായിരുന്നു ഇത്. ഞാൻ വിചാരിച്ചത് വേറെ ആരോ എടുത്ത് വെച്ചിരിക്കുക, ഏതോ മക്കൾ ആൺപിള്ളേരും ഉണ്ടായിരുന്നു അവിടെ. നമ്മൾ ഷോപ്പിങ്ങിന് പോയ സമയത്ത് ഞാൻ വിചാരിച്ചു ആ പിള്ളേരെടുത്ത് വെച്ചായിരിക്കും. വിചാരിച്ചു ഇതെന്താ ഇത് തന്നെ കൊണ്ട് നടക്കുന്നത്, നമ്മളെ അടുത്ത് തന്നെ കൊണ്ട് വെക്കുന്നത് വെച്ചപ്പോൾ പറഞ്ഞാൽ അത് മോളെടുത്തതാണ്. ഞാൻ വിചാരിച്ചു ഇതെന്തോന്നാ സാധനം, എനിക്കത് മനസ്സിലായില്ല. പിന്നെ അവർ പറഞ്ഞു തന്നു എന്തോ ബെൻടെന്നോ അങ്ങനെ എന്തോ ഏതാണ്ട് ആണ് എന്നൊക്കെ പറഞ്ഞു തന്നു. എനിക്കറിയില്ലായിരുന്നു ഇതെന്താണെന്ന്. അപ്പം ഫുള്ള് ഈ കാർട്ടൂൺ കോഡറാണ് ഫുള്ളും. എടുത്ത സാധനങ്ങളിലൊക്കെ ഓരോരോ കാർട്ടൂൺ ക്യാരക്ടേഴ്സാണ് ഉള്ളത്. അറ്റ് ദ സെയിം ടൈം ഡോറയോ വേറെ ഒന്നുമില്ല, ഫുള്ള് ഇതുപോലെ സ്പൈഡർമാൻ, അവഞ്ചേഴ്സ്, ബെൻടെൻ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ്. പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ അതൊക്കെ ആളുടെ ചോയ്സല്ലേ. പിന്നെ ഷാർപ്നർ എക്സ്ട്രാ ഒരെണ്ണം കൂടി ഉണ്ട്. നമ്മൾ വെറുതെ കണ്ടാൽ മാത്രം മതി. പിന്നെ ഈ ഒരു സാധനം ടിഫിനാണ്, അതായത് 11:15 ആകുമ്പോൾ എന്തെങ്കിലും ചെറിയ സ്നാക്ക് കൊടുക്കണതാണ്. ഈ കുഞ്ഞു സാധനം ഞാൻ എന്തിനാണ് എടുത്തതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. അതെന്തിനാണ് ഞാൻ എടുത്തതെന്ന് എനിക്കറിഞ്ഞൂടാ. എന്തിനോ എടുത്താണ്, ഇരിക്കട്ടെ. എനിക്ക് തോന്നുന്നു വല്ല നട്ട്സ് എങ്ങാൻ വെച്ച് കൊടുക്കാനായിരിക്കാം ഞാൻ ഉദ്ദേശിച്ചത്, എനിക്കിപ്പോൾ ഓർമ്മയില്ല എന്തിനാണ് എടുത്തത്. പിന്നെ ഇതാണ് ആക്ച്വലി ഫ്രൂട്ട്സോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് കട്ട് ചെയ്തിട്ടിട്ട് കൊടുക്കാൻ 11:15 ആകുമ്പോൾ കഴിക്കാൻ വേണ്ടിയിട്ട് എടുത്താൽ. ലഞ്ച് അവിടുന്ന് പ്ലേറ്റിലായതുകൊണ്ട് ടിഫിൻ ഇങ്ങനെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു ടിഫിൻ ബോക്സും കൂടി സ്നാക്സ് ബോക്സും കൂടി വാങ്ങിയിട്ടുണ്ട്. ഇത് പക്ഷേ ഞാൻ എടുത്തത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മോൾക്ക് തുറക്കാൻ പറ്റുമോ അറിയണ്ടേ. ബാക്കി കുറേ ടൈപ്പ് ഉണ്ടായിരുന്നു, പക്ഷേ അത് ആൾ തന്നെ തുറന്ന് യൂസ് ചെയ്യേണ്ട സാധനമാണല്ലോ. അപ്പം ഞാൻ എടുത്തിട്ട് ആളെ കൊണ്ട് തുറന്നൊക്കെ നോക്കിപ്പിച്ച് ആൾക്ക് തുറക്കാൻ പറ്റുമെന്ന് കൺഫേം ഒക്കെ ചെയ്തിട്ടാണ് ഈ ഒരു സ്നാക്സ് ബോക്സ് വാങ്ങിയിട്ടുള്ളത്. അതിൽ മാത്രം ഞാൻ കോൺഫിഡൻറ്റാണ്. എനിക്ക് ഒരു കപ്പ് വാങ്ങണം എന്നുണ്ടായിരുന്നേ. അപ്പോൾ മോളുടെ ഈ അംഗൻവാടിയിലെ സെൻഡ് ഓഫ് പരിപാടിക്ക് ടീച്ചർ കൊടുത്തിട്ടുണ്ടായിരുന്ന കപ്പാണത്. ഇത് ഞാൻ എൻ്റെതായി ഇത് എന്താ പറയുക, ഇഷ്ടപ്പെട്ടു എടുക്കുന്നു ഗോപാലൻ. ഇനി കൊച്ചായതുകൊണ്ട് എന്നെ ചോദ്യം ചെയ്യാൻ വരില്ല എന്ന് വിചാരിക്കാം. പിന്നെ ഇത്രയും എടുത്തതിന് ആൾ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്ത് അടിപൊളിയായിട്ട് നിന്നതിന് ആൾക്കൊരു ഡോക്ടർ സെറ്റ് വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇത്രയായിരുന്നു വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി ഇതിലെന്തെങ്കിലും കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ കപ്പ് വേണമായിരുന്നു. കപ്പ് ഇവിടെ ഉണ്ട്, അപ്പോൾ കപ്പ് വാങ്ങിയിട്ടില്ല. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ അമ്പൂട്ടി LKGയിലേക്ക് പോകാനുള്ള ഷോപ്പിംഗ് കാര്യങ്ങളൊക്കെ.